നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭാഗവതത്തെ മതഗ്രന്ഥമായി പുരാതന കാലം മുതൽക്ക് തന്നെ കണ്ടിരുന്നില്ല. മറിച്ച് സച്ചിദാനന്ദമായിട്ടാണ് ഭാഗവതത്തെ കണ്ടിരുന്നത്. അതായത് ഈശ്വരൻ തന്നെ പുസ്തക രൂപത്തിലിരിക്കുന്നതാണ് ഭാഗവതം എന്നാണ് വിശ്വാസം. ഭാഗവതത്തിലെ ഓരോ അധ്യായത്തിൻ്റെ അവസാനവും അത് പരമഹംസ സംഹിതയാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് വച്ചാൽ മഹാത്മാക്കളുടെ പവിത്രമായ ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് സാരം. എല്ലാം ഭാഗവതത്തിലുണ്ട്. അത് പഠിക്കുകയാണെങ്കിൽ മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഭാരതത്തിലെ മഹാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ അവരിൽ മിക്കവരും ഭാഗവതം ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഭാഗവതം പഠിക്കുക എന്ന് വെച്ചാൽ വെറുതെ വായിക്കുക എന്നല്ല, അത് മുഴുവനായി തന്നെ ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. അതൊരു സത്സംഗമാണ്. ഭാഗവത പഠനം ഒരു സാധനയാണ്. പണ്ടുള്ള ധർമ്മിഷ്ഠരായ ആളുകൾ ഭാഗവതം ഒരിക്കൽ വായിച്ച് ഇനി മറ്റെന്തെങ്കിലും വായിക്കാമെന്ന് കരുതി മാറ്റിവെക്കാറില്ലായിരുന്നു. അവർക്കത് നിരന്തര സാധനയായിരുന്നു. യുഗങ്ങൾക്ക് മുൻപ് മഹാഭാരതവും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും 18 പുരാണങ്ങളും രചിച്ച അതേ വ്യാസമഹർഷി തന്നെയാണ് ഭാഗവതവും രചിച്ചത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. അഗ്രേ വഹ്നിഃ പൃഷ്ഠേ ഭാനുഃ രാത്രൗ ചുബുകസമർപ്പിതജാനുഃ करतलभिक्षा तरुतलवासः करतलभिक्षा तरुतलवासः तदपि न मुञ्जत्याशा पाशः तदपि न मुञ्जत्याशा पाशः भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते यावद्वित्तोपार्जन सक्तः तावन्निज परिवारो रक्तः पश्चाद्धावति जर्जरदेहे पश्चाद्धावति जर्जरदेहे वार्तां पृच्छति कोऽपि न गेहे भज गोविन्दं गोविन्दं
भज मूढमते। അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഭിക്ഷാടനം ചെയ്യുന്ന ഒരു സന്യാസി. അദ്ദേഹത്തിൻ്റെ മുൻപിൽ വിശപ്പിൻ്റെ അഗ്നിയാണ്, പിൻപിലാകട്ടെ സൂര്യൻ്റെ ഉഗ്രമായ ചൂടും. വാസഗൃഹമോ രാത്രിയിൽ തണുപ്പകറ്റാനുള്ള വസ്ത്രമോ ഇല്ല. ഇത്രയധികം വൈരാഗ്യത്തെ കാണിക്കുന്ന തരം ജീവിതക്രമമായിട്ടും ആശാപാശത്തെ അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല. മോഹമുദ്ഗരത്തിലെ ഈ ശ്ലോകത്തെയാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. ഭജഗോവിന്ദത്തിൽ അഥവാ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകം ശ്രദ്ധിച്ചു. 3-ാം ശ്ലോകം അഗ്രേ വഹ്നി പൃഷ്ഠേ ഭാനു രാത്രൗ ചുബുക സമർപ്പിത ജാനു കരതല ഭിക്ഷാ തരുതലവാസഃ തദപി ന മുഞ്ചത്യാശാപാശഃ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പകലും രാത്രിയും സായങ്കാലവും പ്രാതഃകാലവും ശിശിരവസന്തങ്ങളാകുന്ന ഋതുക്കളും, താത്പര്യം ദിനരാത്രങ്ങളും ഋതുക്കളും അങ്ങനെ കാലം കളിക്കുകയാണ്. അതിനനുസരിച്ച് ആയുസ് പോകുന്നു. ഇതൊക്കെയായിട്ടും ആശയാകുന്ന വായുവെ മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ല പറഞ്ഞു. അതെല്ലാവരെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ ഈ ലൗകികമായിരിക്കുന്ന ബന്ധങ്ങളിലോ വസ്തുക്കളിലോ സ്വത്തിലോ ലോകസ്ഥിതിയിലൊന്നും ഒരർത്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ പരിവ്രാജകനായി പോകുന്നത്, ഭിക്ഷുവായി പോകുന്നത്, സന്യസിച്ചെല്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടും ആശ ഒഴിവാക്കുന്നില്ലല്ലോ. അയാൾക്കും ആശ തന്നെയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, അഗ്രേ വന്യഹി, അഗ്രേ മുമ്പിൽ, വന്യാണ് അഗ്നി, പൃഷ്ഠേ ഭാനുഹു, പൃഷ്ഠത്തിൽ പിന്നിൽ സൂര്യനാണ്. എന്താണ് ഈ ചിത്രം? ആ ചിത്രം നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. രാത്രൗ ചുബുക സമർപ്പിത ജാനുഹു, ചുബുകം എന്നുള്ളതിന് ചിബുകം എന്നും പറയാം. അപ്പോൾ രാത്രൗ ചിബുക സമർപ്പിത ജാനുഹു, രാത്രിയിൽ ചുബുകത്തിൽ അല്ലെങ്കിൽ ചിബുകത്തിൽ, താടി പ്രദേശം, ഈ ഭാഗം സമർപ്പിക്കപ്പെട്ട തുടകളോടുകൂടിയ വ്യക്തിയാണ്. അപ്പോൾ രാത്രിയിൽ താടിയിൽ അല്ലെങ്കിൽ താടി കാൽമുട്ടുകളിൽ അമർത്തി കിടക്കുകയാണ്. കരതല ഭിക്ഷ, കരതലത്തിലാണ് ഭിക്ഷ യാചിക്കുന്നത്. തരുതലവാസഃ, വൃക്ഷച്ചുവട്ടിലാണ് കിടക്കുന്നത്. തദപി, ഇവിടെ നമുക്ക് വ്യക്തമായൊരു ചിത്രം ലഭിക്കുകയാണ്. അഗ്രേ വഹ്നി പൃഷ്ഠേ ഭാനു എന്ന് മാത്രം പറയുമ്പോൾ ആ ചിത്രം നമുക്ക് പൂർണ്ണമാകില്ല. എന്താണതെന്ന് സംശയം വരും. ഇപ്പോൾ ചിത്രം വ്യക്തമാണ്. ഒരു ഭിക്ഷു ഭിക്ഷ തേടി നടക്കുകയാണ് പകൽ. അഗ്രേ വന്നി, മുമ്പിൽ അവനെ നയിക്കുന്നത് വന്യാണ്, വയറിലെ വിശപ്പാണ്. ഉദരാഗ്നി, വിശപ്പാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. എവിടുന്നെങ്കിലും ഭിക്ഷ കിട്ടണേ, എവിടുന്നെങ്കിലും ഭിക്ഷ കിട്ടണേ എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് അയാൾ നടക്കുന്നത്. അതാണ് അഗ്രേ വന്നി. എന്നാൽ അയാൾ നടക്കുമ്പോഴോ പൃഷ്ഠേ ഭാനുഹു, പിന്നിൽ മുഴുവൻ സൂര്യൻ്റെ ചൂടാണ്, ഭാനുവാണ്, പൊള്ളുകയാണ്, വെയിൽ. അപ്പോൾ വെയിലത്ത് ഭിക്ഷയാചിച്ച് നടക്കുന്ന ഒരു ഭിക്ഷുവിൻ്റെ ചിത്രമാണിത്. അവനെ മുന്നോട്ട് നയിക്കുന്നത് വിശപ്പാകുന്ന അഗ്നിയാണ്. അവൻ്റെ ശരീരം മുഴുവനോ വെയിലേറ്റ് പൊള്ളുകയാണ്. അങ്ങനെ വെയിലിൽ പൊള്ളിയാലും ശരി അവന് ഭിക്ഷ യാചിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഭക്ഷണം വേണം. അഗ്രേ വഹ്നി പൃഷ്ഠേ ഭാനു, ഇതാണ് പകലിലെ അവസ്ഥ. രാത്രിയിലോ, രാത്രിയിൽ തണുപ്പ് കൊണ്ട് അവന് കിടക്കാൻ വീടില്ല, സൗകര്യങ്ങളില്ല, പുതപ്പില്ല. അപ്പം തണുത്ത് വിറച്ചിട്ട് ചിബുക സമർപ്പിത ജാനു, ചുരുണ്ട് വളഞ്ഞുകൂടിയിട്ട്, നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റില്ല തണുപ്പ് കൊണ്ട്. ചുരുണ്ട് വളഞ്ഞു കൂടിയിട്ട് ചിബുകത്തിൽ സമർപ്പിതമായ ജാനുവോട് കൂടിയവനാണ്. ചുരുണ്ട് മടങ്ങി ചുണ്ട്, താടി, കീഴ്ത്താടി ഭാഗം കാൽത്തുടയിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. ആ ചിത്രം ഒന്ന് നോക്കൂ.
ശരിക്കും നമ്മുടെ മുമ്പിൽ ഒരു ഭിക്ഷുവിൻ്റെ ചിത്രം ലഭിക്കുകയാണ്. അങ്ങനെ കാൽമുട്ടിൽ അമർത്തിയ താടിയോട് കൂടിയവൻ, കരതല ഭിക്ഷ. അവന് പകൽ ഭിക്ഷാടനത്തിന് പാത്രമുണ്ടോ? ഒന്ന് പാത്രം പോലുമില്ല. കരതല ഭിക്ഷ, കരതലത്തിലാണ് ഭിക്ഷ. അത്രയും ദരിദ്രമായ അവസ്ഥയാണ്. ഒരു ഭിക്ഷാപാത്രം പോലുമില്ല. തരുതലവാസഹ, താമസിക്കാൻ ഏതെങ്കിലും ഇടമുണ്ടോ? ഒന്നുമില്ല. ഏതെങ്കിലും മരച്ചുവട്ടിലാണ് കിടക്കുന്നത്. ഇങ്ങനെ തീർത്തും ഭിക്ഷുവിൻ്റെ ചര്യയാണ്. ഭിക്ഷുവോ ഈ ലൗകികമായിരിക്കുന്ന സമ്പദ ഐശ്വര്യങ്ങളിലോ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ സ്വന്തങ്ങളിലോ ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി ഭിക്ഷാടനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞ യതിയാണ്. എന്നിട്ട് പോലും തദപി, എന്നിട്ട് പോലും ഇതാണ് അവസ്ഥ എങ്കിൽ പോലും ന മുഞ്ചത്യാശാപാശ, ആശാപാശം ഉപേക്ഷിക്കുന്നില്ല. അയാൾക്ക് പോലും ഉള്ളിൽ ആശയാണ്. ആ ഭിക്ഷ കിട്ടും, ഈ ഭിക്ഷ കിട്ടും എന്നുള്ള ആശയാണ്. അറിയാതെ വന്നു ചേരുകയാണ്, അത് അറിഞ്ഞിട്ടല്ല. ഇതാണ് ആശയുടെ സ്വഭാവം. പോയി ഭിക്ഷയാചിച്ച് ഭക്ഷണം കഴിക്കുന്നു, ശരി തന്നെ. അങ്ങനെ നിത്യം ഭക്ഷണം കിട്ടുമ്പോൾ അറിയാതെ സ്വാദുള്ള ഭക്ഷണം കിട്ടാൻ ആഗ്രഹമായി. സ്വാദുള്ള ഭക്ഷണം കുറച്ചുകൂടി കിട്ടിക്കഴിഞ്ഞാലോ സദ്യ ലഭിക്കാനുള്ള ആഗ്രഹമായി. ഇങ്ങനെ അറിയാതെ ഭിക്ഷുവിന് പോലും ആഗ്രഹങ്ങളുടെ പാശം, കയറുകൾ അവനെ കെട്ടുകയാണ്. ഭിക്ഷു പോലും ആശാപാശത്താൽ കെട്ടപ്പെട്ടിട്ടാണ് കഴിയുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കഥ എന്ത് പറയാനാണ്? ഇങ്ങനെ മനുഷ്യർ കാലത്തിൻ്റെ ഗതി മനസ്സിലാക്കിയാലും ഭൗതികമായ സാഹചര്യം എന്തു തന്നെയായാലും അതൊന്നും തിരിച്ചറിയാതെ ആശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ആശാപാശത്താൽ ബദ്ധരായവരുടെ സ്ഥിതി ഓർമ്മിപ്പിക്കുന്നത്. എന്തിനാണിത് ഓർമ്മിപ്പിക്കുന്നത്? ഈ ശ്ലോകങ്ങളൊക്കെ നമ്മളിൽ വിചാരം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിവേകം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ വീണ്ടും വിവേകം ജനിപ്പിക്കാൻ മറ്റൊരു ശ്ലോകം പറയുന്നു. യാവദ് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാദ്ധാവതി ജർജരദേഹേ വാർത്താം പൃച്ഛതി കോപി നഗേഹേ. ലോകസ്ഥിതിയെ ബോധിപ്പിച്ചുകൊണ്ട് വൈരാഗ്യം ജനിപ്പിക്കാനാണ് ഈ ശ്ലോകം. ഇതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഉപകരണങ്ങളെയും യന്ത്രങ്ങളെയും നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യയെല്ലാം മനുഷ്യർക്കറിയാം. എന്നാൽ മനുഷ്യന് അവനെ സ്വയം നിയന്ത്രിക്കാനുള്ള വിദ്യയൊന്നും അറിയില്ല. അതിനുള്ള വിദ്യയാണ് ആത്മവിദ്യ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി അനഘാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. നമ്മുടെ ലോകത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി ധാരാളം വികസിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ, ധാരാളം കണ്ടുപിടുത്തങ്ങൾ, വലിയ ഒരു ടെക്നോളജി ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട്, വലിയ വീമ്പ് പറയുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മളെ മാത്രം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അവൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തെ ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഈ ടെക്നോളജി പഠിച്ചിട്ടില്ല. ഈ ടെക്നോളജിയുടെ പേരാണ് ആധ്യാത്മികത എന്ന്. ഈ ആധ്യാത്മിക ശാസ്ത്രജ്ഞന്മാരെയാണ് നാം ഋഷികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് കുറേ നിയമങ്ങളുണ്ട്. ഇനി പഠിച്ചിൽ കഴിഞ്ഞാലും അത് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനും പോകും, കേസുമാകും. അതുപോലെ നമ്മുടെ കൈ, കാല്, കണ്ണ്, ചെവി ഇതുപോലുള്ള ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സമയം വണ്ടി ഓടിക്കുമ്പോൾ പോലും
ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്ന വണ്ടി അനേകം വർഷങ്ങൾ ഓടിക്കാൻ എത്രത്തോളം ശ്രദ്ധ ആവശ്യമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വണ്ടിക്കാണെങ്കിൽ അതിന് ടയർ മാറ്റണം, ഓയിൽ മാറ്റണം, അതിൻ്റെ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യണം, വൈപ്പർ സമയത്ത് നമ്മൾ നോക്കണം, വണ്ടി വൃത്തിയാക്കി വയ്ക്കണം. വേണ്ടാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പുതിയത് ഇടണം. ഒരു വാഹനത്തിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നാം നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ അറിഞ്ഞോ അറിയാതെയോ ചെറുതും വലുതുമായിട്ടുള്ള കുറേ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. എങ്കിലും നമ്മുടെ കണ്ണ് പലപ്പോഴും തെറിയുന്നത് അവൻ ചെയ്തത് ശരിയായില്ല, അവൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ്. ഒരു പഴുത് നോക്കിയിരിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരിൽ എന്തെങ്കിലും കുറ്റം കാണാൻ വേണ്ടി. ചിലർക്ക് അതൊരു വിനോദവുമാണ്. എന്തെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അയാൾ നാട്ടിലെ ചെറുപ്പക്കാരെങ്കിലും കാണുമ്പോൾ ചോദിക്കും, ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവരൊന്നും ആയില്ല എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആയി എന്ന് പറയും. അപ്പോൾ 1-2 പ്രാവശ്യം ചോദിക്കുന്ന സമയത്തു പിന്നെ ഒരു തവണ പറഞ്ഞു ജോലി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുന്നുണ്ട്. അയാൾ പറയാണ്, അപ്പോൾ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം കാണാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒട്ടും ആരെയും വിമർശിക്കരുത് എന്ന് പറയാൻ സാധിക്കുകയില്ല. നാം തന്നെ നമ്മിലേക്ക് വിരൽ ചൂണ്ടാൻ, നമ്മിലേക്ക് ശ്രദ്ധിക്കാൻ, നമ്മുടെ സ്വഭാവത്തെ അറിയാൻ, നമ്മുടെ വാക്കുകളെ തിരിച്ചറിയാൻ, നമ്മുടെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ നാം തന്നെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു തെറ്റ് കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അത് തെറ്റാണ്, അത് അയാൾ ചെയ്യരുത് എന്നാണ്. പക്ഷേ അടുത്ത തവണ നമ്മളത് മാറ്റണം, അത് ഞാൻ ചെയ്യരുതെന്ന് തീരുമാനിക്കാൻ സാധിക്കണം. അവിടെയാണ് എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം അസ്വാരസ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഭദ്രതയും അതുകൊണ്ട് നശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കേണ്ടതിന് പകരം ആ പാരമ്പര്യം ഞാൻ തുടരേണ്ടതില്ല, ആ ചെയ്ത പ്രവൃത്തി ഞാൻ ചെയ്യില്ല, അതിന് പകരമായിട്ട് ആ ഒരു കാര്യത്തെ, ആ മദ്യപാനം എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് തിരുത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യം. അതാണ് നേരത്തെ പറഞ്ഞ കളയേണ്ടതിനെ കളയണമെന്ന് പറഞ്ഞത്. അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് വളർന്നൊരു കുട്ടി വളർന്ന് വലുതാകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ ഇങ്ങനെ ചെയ്യുകയില്ല, എൻ്റെ അമ്മ അനുഭവിച്ച ദുഃഖങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടത് അതൊരിക്കലും ഞാൻ കാരണം എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുകയില്ല, തുടർന്ന് വരുന്ന എൻ്റെ കുട്ടികൾക്കോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ഒരവസരം ഞാൻ ഉണ്ടാക്കുകയില്ല എന്ന് തീരുമാനിക്കണം. ഇതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ തെറ്റ് കാണുന്ന സമയത്ത് ഈ കുറവ് എന്നിലുണ്ടോ എന്ന് നോക്കാനും കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം, അതല്ലേ നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നമ്മിൽ തിരുത്താൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മുടെ നാവ് പൊന്തുകയില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട്, തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരാളിൽ മാത്രമേ ദിവ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദിവ്യത്വം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് മൂല്യങ്ങളിൽ നിന്നാണ്. അതിൽ ജീവിക്കുമ്പോഴും അത് ജീവിതത്തിൽ പകർത്തുമ്പോഴുമാണ് അത് ശരിയായി വരുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നതും മാതൃകയാക്കുന്നതും എല്ലാം തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നല്ല മാതൃകകളെ കാണുമ്പോൾ
നമുക്ക് ഒരു ആവേശം വരുന്നത്, നമുക്ക് അവരോടൊരു ആഭിമുഖ്യം വരുന്നത് എല്ലാം അതുകൊണ്ടാണ്. ഇപ്പോൾ ഗുരു ആവശ്യമാണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്താ ഗുരുവിൻ്റെ ആവശ്യം? നമുക്ക് കഴിവില്ലേ, ബുദ്ധിയില്ലേ? നമ്മൾ സ്കൂളിലേക്ക് അയച്ചത് അവിടെ അധ്യാപകർ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നൃത്തമാകട്ടെ, വാദ്യമാകട്ടെ, സംഗീതമാകട്ടെ, അല്ലെങ്കിൽ മറ്റ് കലകളട്ടെ, എന്തു തന്നെ ആകട്ടെ, ഇതെല്ലാം അത് പഠിച്ചവരുടെ അടുത്ത് നിന്നാണ് നമുക്കത് നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള, ഏറ്റവും വിലമതിച്ചുള്ളതായിട്ടുള്ള അവൻ്റെ സമ്പാദ്യം, ആധ്യാത്മികമായ ഒരു പാരമ്പര്യം അവന് നേടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുവിൻ്റെ ആവശ്യമാണ്. ആ ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, മാനിക്കേണ്ടത്, നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനാണ് അമ്മയെപ്പോലുള്ള ഗുരുക്കന്മാരെല്ലാം നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതകാലത്തിൽ തന്നെ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമുക്ക് അഭയമായി തീരുന്നു. അത് നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിൽ നമ്മളും തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷിക്കുക. അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. Rama